കള്ളാടിയിലെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് കൂടമ്മാളും ഭർത്താവ് പൽരാജും. ബസ് വരാൻ മിനിറ്റുകൾ മാത്രമായിരുന്നു ബാക്കി. തൊട്ടടുത്ത് കാണുന്ന ബസ് സ്റ്റോപ്പിലെത്തും മുൻപ് കേട്ടത് വലിയ ശബ്ദം, കണ്ടത് മിന്നൽ വേഗത്തിൽ കുത്തിയൊലിച്ചു വരുന്ന മണ്ണും വെള്ളവും. പ്രാണനും കൈപ്പിടിച്ചോടി. ശരവേഗത്തിലെത്തിയ ചെളിയും വെള്ളവും കൊണ്ട് മീനാക്ഷിപ്പാലം മുങ്ങി. ബസ് സ്റ്റോപ്പിന് സമീപത്തുണ്ടായിരുന്നവരും തൊഴിലാളികളും അതിനിടയിൽപ്പെട്ടു. കള്ളാടിയിൽ കണ്ണീർ പടർന്നു. 2 ആണ്ട് മുമ്പ് ഉരുളെടുത്തതിന്റെ വേദന വയനാട് ഇപ്പോഴും മറന്നിട്ടില്ല. ആ ദുരിതക്കയത്തിൽ നിന്നും കരകയറിയവർ തുലോം തുച്ഛമാണ്. വയനാടിന്റെ സ്വപ്നമാണ് വേഗത്തിലെത്തുന്ന പാത. പക്ഷെ അതിനിയും അവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാർഗമേ ലോകം ഇത്രത്തോളം വളർന്നിട്ടും നമുക്കുള്ളൂ എന്നത് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമാണ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന അപകടമുണ്ടാക്കുമെന്നും മാറ്റണമെന്നും കഴിഞ്ഞ മാസം തന്നെ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയതാണ്. രേഖാമൂലം അറിയിച്ചതാണ്. അപകട മുന്നറിയിപ്പ് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ മാസം 25-ന് തന്നെ നൽകിയതാണ്. എന്നിട്ടും ആ മണ്ണുമല അവിടെ തന്നെ തുടർന്നു. അപകടം വരുത്തിവെച്ചു. ഇനിയും വയനാടിനെ വേദനിപ്പിക്കരുത്.